യേശുവിൻ്റെ തിരുഹൃദയ സ്നേഹത്തിലേക്ക് വചനയാത്രക്കാരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിചിന്തനത്തെ പ്രധാനമായും 5 പോയിൻ്റുകളായി ക്രമീകരിക്കാം. 1. തിരുഹൃദയ തിരുനാളിൻ്റെ ചരിത്രം. ഫ്രാൻസിലെ പാരലമോണിയായിലെ വിസിറ്റേഷൻ മഠത്തിലെ വിശുദ്ധ മർഗരീത്ത മറിയത്തിന് 1673 മുതൽ 1675 വരെ ഈശോയുടെ ഹൃദയം പ്രത്യക്ഷമായി. ഈശോയ്ക്ക് മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായ മാംസളമായ ഹൃദയമാണ് തിരുഹൃദയ ഭക്തിയുടെ വിഷയം. 1886 ഈ തിരുനാൾ സാർവത്രിക സഭയിൽ ആഘോഷിച്ചു തുടങ്ങി. 1899 ലിയോ 13 പാപ്പ മനുഷ്യവർഗത്തെ മുഴുവനായി ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു. 2. ഹൃദയം ബൈബിളിൽ 850 പരം പ്രാവശ്യം ഹൃദയം എന്ന വാക്ക് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഹൃദയം. ജീവൻ്റെ തുടിപ്പ് ഹൃദയത്തിൽ നിന്നാണ്. ഒരു വ്യക്തിയെ ശാരീരികമായും മാനസികമായും പൂർണ്ണമായും പ്രതിനിധാനം ചെയ്തിരുന്നത് ഹൃദയമാണ്. ബുദ്ധി ചെയ്യേണ്ട ജോലി പലതും ഹൃദയം കൊണ്ട് പ്രവർത്തിക്കുന്നുവെന്ന് പഴയ നിയമം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഹൃദയം ഒരു വ്യക്തിയുടെ ആന്തരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ചുരുക്കത്തിൽ, മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളുടെയും ഉത്ഭവസ്ഥാനവും കേന്ദ്രവും ഹൃദയവുമാണെന്ന് ബൈബിൾ പറയുന്നു. പുതിയ നിയമത്തിൽ ഹൃദയം എന്ന പദം ചുരുക്കമായി ഉപയോഗിക്കുന്നു. ഹൃദയം ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നു. ഹൃദയം മനുഷ്യജീവിതത്തിലെ ആന്തരിക ശക്തി കേന്ദ്രമാണ്. എല്ലാ വികാരങ്ങളുടെയും നിയന്ത്രണം ഹൃദയത്തിൽ നിന്നാണ്. സന്തോഷം, സന്താപം, സഹതാപം, വേദന, കോപം, അനുകമ്പ, ദയ, ധീരത, ഉദാരത, ഉത്കണ്ഠ എന്നിവ ഹൃദയത്തിൽ നിന്ന് വരുന്നു. ഒരുവൻ്റെ എല്ലാ സ്വഭാവ രീതികളും തീരുമാനങ്ങളും കേന്ദ്രീകരിക്കുന്നതും ഉത്ഭവിക്കുന്നതും ഹൃദയത്തിൽ നിന്നാണ്. യുക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള വിവേകവും ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ദൈവത്തിൻ്റെ ഹൃദയം. മനുഷ്യനെപ്പറ്റി എന്ന പോലെ തന്നെ ദൈവത്തെക്കുറിച്ച് പറയാനും ബൈബിൾ ഹൃദയം എന്ന പദമാണ് ഉപയോഗിക്കുന്നതായി 1 സാമുവേൽ 13:14, 2:35, വിലാപങ്ങൾ 3 അധ്യായം 33 വചനവും ഓസിയ 11 അധ്യായം 8 വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 3. യേശുവിൻ്റെ ഹൃദയം. യേശുവിൻ്റെ ഹൃദയം ദൈവസ്തുതിയുടേതാണ്. ഹൃദയം കൊണ്ട് ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നു. സ്നേഹമുള്ള അപ്പനും മകനും സംസാരിക്കുന്നതാണ് യേശുവിൻ്റെ ഹൃദയം. യേശുവിൻ്റെ ഹൃദയം പ്രാർത്ഥനയുടെ ആലയമാണ്. ദൈവത്തെ സ്തുതിക്കുന്നതിന് കാരണം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയാണ്, പ്രവൃത്തിയാണ്. അത് വെളിപാടിൻ്റെ രീതിയാണ്. എന്താണ് വെളിപാടിൻ്റെ രീതി? 613 അരുതുകളും അനുവാദങ്ങളും ഉൾക്കൊള്ളുന്ന തോറായുടെ വ്യാഖ്യാനങ്ങളും ഉപവ്യാഖ്യാനങ്ങളും കൊണ്ട് നിയമജ്ഞർ സാമാന്യ ജനങ്ങളുടെ ജീവിതത്തെ ഭാരപ്പെടുത്തിയിരുന്നു. ഇവർ വെളിപാട് മറച്ചു വെച്ചു. ഇവർ വെളിപാടിനെ ഉദരപൂരണമാക്കി. വെളിപാടിനെ ഭൗതികവൽക്കരിച്ച് വളച്ചൊടിച്ചു. മനുഷ്യബുദ്ധിയെ ദൈവിക ജ്ഞാനത്തിന് പകരം വെച്ചു. 4. യേശുവിൻ്റെ നുകം. എല്ലാവിധ ഭാരങ്ങളെയും നുകമെന്നാണ് ബൈബിളിൽ പറയുന്നത്. നുകത്തെ സൂചിപ്പിക്കാൻ മാസ എന്ന ഹീബ്രു പദവും സുഗോസ് എന്ന ഗ്രീക്ക് പദവും ഉപയോഗിച്ചിരിക്കുന്നു. പിതൃപുത്ര ബന്ധത്തിലൂന്നിയ ദൈവഹിത പൂർത്തീകരണമാണ് യേശുവിൻ്റെ നുകത്തിൻ്റെ അതുല്യത. നിയമത്തെയും പ്രവാചകന്മാരെയും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ക്രമീകരിച്ച ഈശോയുടെ നുകം
മൃദുവും ഭാരം ലഘുവുമാകുന്നതിനുള്ള കാരണമാണ് സ്നേഹം. സ്നേഹം എല്ലാം വ്യത്യസ്തമാക്കുന്നു. ദൈവം വെളിപ്പെടുത്തുന്നത് ശിശുക്കൾക്കാണ്. ശിശുക്കൾ അന്വേഷണത്തിൽ താൽപ്പര്യമുള്ളവരാണ്. പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ വിസ്മയിക്കുന്നവരാണ്. ഹൃദയത്തിൽ ആനന്ദിക്കുന്നവരാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. പ്രതികാര ബുദ്ധിയില്ലാത്തവരാണ്. ഹൃദയ നൈർമല്യമുള്ളവരാണ്. ഇങ്ങനെയുള്ളവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു. 5. ദൈവത്തെ കാണേണ്ടത് ഹൃദയം കൊണ്ടാണ്. സമാധാനപാലകർ ദൈവപുത്രരാകും. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്ന് യേശു തറപ്പിച്ച് പറയുന്നു. 7ഉം 6ഉം സൗഭാഗ്യങ്ങളാണിവ. ഇവ രണ്ടും പരസ്പരം ബന്ധിതങ്ങളും പൂരകങ്ങളുമാണ്. ദൈവത്തെ കാണാൻ ഹൃദയശുദ്ധി ആവശ്യമാണെന്ന് യേശു അടിവരയിടുന്നു. ഹൃദയശുദ്ധിയുള്ളിടത്തെ സമാധാനം സാധ്യമാകൂ. ദൈവത്തെ കാണേണ്ടത് ഹൃദയം കൊണ്ടാണ്. ഹൃദയം ശുദ്ധമായി പ്രവർത്തനനിരതമാകണം. ജീവരക്തം ഒഴുകി വരുന്ന ഹൃദയധമനികൾ ജീവൻ്റെ തുടുപ്പുകൾ പേറുന്നു. ദൈവം തൻ്റെ നിയമങ്ങൾ മനുഷ്യരുടെ ഉള്ളിൽ നിക്ഷേപിച്ചു. അതവരുടെ ഹൃദയത്തിലെഴുതി. ജെറമിയ 31:33-34 വരെ. ദൈവജനമായ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലുള്ള ദൈവത്തിൻ്റെ രക്ഷാകരമായ ഇടപെടലാണ് നിയമം. ഉടമ്പടി ബന്ധമാണ് ഇസ്രായേൽ ജനത്തിൻ്റെ നിയമത്തെ അർത്ഥപൂർണമാക്കുന്നത്. ഉടമ്പടിയിലൂടെ ഇസ്രായേൽക്കാർ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരും സ്വന്തപ്പെട്ടവരുമായി. പുരോഹിത, പ്രവാചക, രാജകീയ ദൗത്യത്തിൽ അവർ പങ്കുകാരായി. ദൈവവുമായുള്ള ഊഷ്മളമായ ബന്ധത്തിലാണ് ഹൃദയം കൊണ്ട് അറിയാൻ സാധിക്കുന്നത്. ഹൃദയം ഹൃദയത്തോട് ചേരുന്ന ഊഷ്മളത നിറയുന്ന അവസ്ഥയാണ് ഈ അറിവിൻ്റെ ഉറവിടം. ബന്ധങ്ങളിലൂടെ അറിവ് സാധ്യമാകുന്നു. ബന്ധങ്ങളുടെ ഊഷ്മളത നഷ്ടപ്പെടുമ്പോൾ ഹൃദയം തണുത്തു പോകും, മരവിച്ചു പോകും, കല്ലിച്ചു പോകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ദൈവം നിർദ്ദേശിക്കുന്നത്. ശിലാതുല്യമായ ഹൃദയം മാറ്റി മാംസളമായ ഹൃദയം രൂപപ്പെടുത്തണം. തണുപ്പ് മാറ്റി ചൂടാക്കണം. അങ്ങനെയാകുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോൾ ദൈവാത്മാവിനാൽ നിറഞ്ഞ് ദൈവകൽപ്പനകൾ പാലിക്കാൻ കഴിയും. അധരസേവയല്ല വേണ്ടത്, ഹൃദയസേവ അഥവാ ശുശ്രൂഷയാണ് ആവശ്യമായിരിക്കുന്നത്. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കേണ്ടത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. അത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. പരിശുദ്ധനായ ദൈവത്തെ സ്വീകരിക്കാൻ ഹൃദയത്തോട് സംവദിക്കുന്ന സൗഹൃദ ബന്ധമാണ് ആവശ്യം. ബന്ധങ്ങളിലാണ് ജീവൻ്റെ തുടുപ്പും സമൃദ്ധിയും. ത്രിയേക ദൈവത്തിൻ്റെ ഐക്യത്തിൽ യേശുവിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാനിരിക്കുന്നവരും ഒന്നാകണം. ഒന്നാകുമ്പോഴാണ് ഹൃദയരഹസ്യങ്ങൾ അറിയുവാൻ സാധിക്കുക. രഹസ്യങ്ങൾ അറിയാൻ പങ്കുവയ്ക്കണം, അടുത്തിരിക്കണം. ഹൃദയശുദ്ധി വഴി ഈശോയുടെ തിരുഹൃദയത്തോടുള്ള സ്നേഹത്തിൽ വളരുവാൻ, ജീവിക്കുവാൻ ഈശോയുടെ തിരുഹൃദയം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ഫാദർ നിക്കോളാസ് ടി.